ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെബിസസ് കെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ഈ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നടന്നവരുണ്ടെങ്കിൽ, അതായത് വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾ നടന്നവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ ഈ കാണുന്നത് എന്റെ ഒരു വാട്ടർ പ്ലാന്റ്സ് ആണ്, വാട്ടർ പൂപ്പി എന്ന് പറയുന്ന ചെടി. അപ്പൊ ഇതിന് സംഭവിച്ചിരിക്കുന്ന കുറെ സംഗതിയുണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഈ വാട്ടർ പ്ലാന്റ്സിനകത്ത് കിടക്കുന്ന ഫുള്ള് അസോളയാണ്. ഈ വെള്ളത്തിൽ നിറച്ചും അസോള പായൽ ചെടി. ഇത് ഒരു വലിയൊരു അപകടമാണ്. വാട്ടർ പ്ലാന്റ്സ് നടുന്നവര് ഇങ്ങനത്തുള്ള ഈ അസോള ചെടികൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു അപകടമാണ് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്നത് എന്റെ ഒരു ആമ്പൽ ചെടിയാണ്. ആമ്പൽ ചെടിക്കകത്തും അതേ കണക്ക് തന്നെ നിറച്ചും ഈ അസോളയുടെ പായലുണ്ട്. അപ്പൊ ഈ പായൽ ഇടുന്നത് കൊണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയുടെ വളർച്ചയെ മുരടിക്കുക. അതായത് അപ്പൊ ഈ സൈഡിൽ നിന്ന് മാറി ഒരു മൂലയിലോട്ട് ഒതുങ്ങി വളർന്നു പോവുകയാണ് നമ്മുടെ ഈ ചെടി. അപ്പൊ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ കാണുന്ന ഈ അസോള പായല് ഫുള്ള് എടുത്ത് മാറ്റണം, ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടോ, ഇത് ഫുള്ളും പായൽ നിറഞ്ഞു കിടക്കുക, കണ്ടോ. അപ്പൊ ഇത് ഫുള്ള് റിമൂവ് ചെയ്ത് മാറ്റുക. വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ വാട്ടർ പോപ്പി ചെടികളുണ്ടല്ലേ, വാട്ടർ പ്ലാന്റ്സ്, ഈ വാട്ടർ പോപ്പി മാത്രമല്ല ഏത് ചെടികളായാലും നല്ല നിറച്ച് തിക്കായിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും. ഈ അസോളയുടെ പായൽ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് മുട്ടയിടത്തില്ല. കൊതുക് മുട്ടയിട്ട് പെരുകാതെ നമുക്ക് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ അസോളയുടെ പായൽ വളർത്തി നമുക്കിത് വിൽക്കാനൊക്കെ പറ്റും. ഇതിന് നല്ല വിലയൊക്കെ ഉള്ള ചെടിയാണ്. കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തുള്ള മീനുകളെയൊക്കെ നിങ്ങൾ വളർത്തിയാൽ മതി. ഗപ്പി, സാരി പോലത്തുള്ള മീനുകളെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ കൊതു മുട്ടയിടാതെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ ഇതിൽ നിന്ന് ഈ അസോള ചെടികളൊക്കെ ഒന്ന് മാറ്റുമ്പോൾ, ഈ ചെടി അസോള പായൽ മാറ്റുമ്പോൾ ഇനിയിപ്പോ ഈ ഇത് കണ്ടോ, ഞാനൊരു ചട്ടിയിൽ കണ്ടോ, ഇത് കണ്ടോ, ചട്ടിയിലാണ് താത്ത് വെച്ചേക്കുന്നത് വെള്ളത്തിൽ, കണ്ടോ, നമ്മുടെ വാട്ടർ പോപ്പി. അപ്പൊ ഇനി ഈ പായൽ മാറ്റുന്ന ഭാഗത്തേക്ക് ഇതിങ്ങനെ ലീഫുകളൊക്കെ വന്നിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഞാനൊരു ചെടി നട്ടിരുന്നതായിരുന്നു, വാട്ടർ പ്ലാന്റ്സ് ആയിരുന്നു. പക്ഷെ അത് അഴുകിപ്പോയി. കാരണം മുകളിലോട്ട് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടും, എന്നുവെച്ചാൽ മുകളിൽ നിന്ന് താഴെ വെള്ളത്തിന് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടും ഈ ചെടി മുകളിലോട്ട് വളർന്നു വരാനുള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ടും ആണ് ഈ ചെടി ഇങ്ങനെ മുരടിച്ചു പോയത്. ഞാനൊരു കപ്പിനകത്ത് നട്ട് വെള്ളത്തിൽ താത്ത് വെച്ചതാണ്. അപ്പൊ ഈ ഇനി ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇതിൽ നീക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ ചെടികൾ മുരടിച്ച് വരാൻ കാരണം ചിലപ്പം ഇതായേക്കാം, ഇങ്ങനത്തുള്ള പായൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എന്റെ ഒരു അറിവ് നിങ്ങളിലേക്ക് പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.